പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെയാണ്. അപ്പോൾ കുപ്പിയുണ്ട്, കുടയുണ്ട്, ബെൽറ്റുണ്ട്. കളയണ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ ഉപകാരം എന്നറിയാം ബെൽറ്റുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ടിപ്പ് കണ്ടു നോക്കാം. അപ്പോൾ വലിയ കുപ്പി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ചെറിയ കുപ്പിയുള്ളൂ കേട്ടോ. നമ്മൾ ഈ കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗമൊക്കെ മുറിച്ച് കൊടുക്കാം. നടുഭാഗം മാത്രം വേണ്ട. അപ്പോൾ വലിയ കുപ്പി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഹാർപ്പിക്കിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്, വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്, ഫെനോയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം കുപ്പികളിലാക്കി വെച്ചേക്കണം കേട്ടോ. ഞാൻ അടുത്തുള്ളവർക്ക് കൊടുക്കുള്ളൂ, അല്ലാതെ ഇതും കൊണ്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കില്ല. നടുഭാഗം വേണ്ട, അടിഭാഗം മാത്രം മതി. വലിയ കുപ്പി ഉണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുക, കത്തി ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന ഭാഗം എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് കിടക്കും. അപ്പോൾ അത് നനയാതിരിക്കാനാണ് പ്രധാനമായിട്ടാണ് ഈ സ്ക്രബ്ബർ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്നവിടെ തന്നെ വയ്ക്കുക. ഏറ്റവും അടിഭാഗത്തിൻ്റെ മേലെ ഇത് വയ്ക്കാം. അതിനുശേഷം സ്ക്രബ്ബർ വയ്ക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും മിക്കവർക്കും അറിയണതാണ്, അതെല്ലാം അറിയാത്തവരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അവിടെ ചെളിപിളിയായിട്ട് ഇരിക്കില്ല കേട്ടോ. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ദിവസം വെള്ളം മാറ്റി കൊടുക്കുക, അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കളയാം. അടുത്ത കുടയരട്ടെ. കുട നമ്മൾ എപ്പോഴും എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് നിർത്താനും പറ്റില്ല, ചുരുക്കാനും പറ്റില്ല, ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് കുറച്ച് വാസലിൻ എടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് എടുത്ത് വെച്ച് നോക്കട്ടോ, പെട്ടെന്ന് നമുക്ക് നിർത്താനും പറ്റും, ചുരുക്കാനും പറ്റും. ഉണ്ടോ? ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് കേടായി നമ്മൾ വിചാരിക്കും, പക്ഷേ അവിടെ അങ്ങനെ തുരുമ്പ് പോലെ വന്നിട്ടാണ്. വാസലിൻ തേക്കുക, എണ്ണയൊന്നും തേക്കരുത്, എണ്ണ തേച്ചാൽ ഉറുമ്പ് വരും. അടുത്ത ടിപ്പ് കണ്ടോക്കാം കേട്ടോ. നല്ലോണം തോന്നി തേച്ച് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ വീട് പണിയുണ്ട്, അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഇനി നമ്മളിത് ചുരുക്കാനും നിർത്താനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ കുടയും എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാം. അടുത്ത ടിപ്പ് കാണാം. ഇതുപോലെ ഗുളികയുടെ ഒക്കെ കവറുകളുണ്ടാവും. വലിയ ഗുളികയുടെ ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കവറുകളൊക്കെ എടുത്ത് വയ്ക്കുക. നമ്മൾ മുഖത്തൊക്കെ ഉരുളക്കിഴങ്ങ് പിന്നെ അലോവരയൊക്കെ അരച്ച് തേക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ആവശ്യത്തിന് ഓരോന്നും എടുക്കാം. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ അരച്ച അപ്പം തന്നെ അത് കറുത്ത് പോവും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം കറുക്കില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മുഖത്ത് തേക്കാമല്ലോ. അലോവര നമ്മൾ മുറ്റത്ത് നിന്നൊക്കെ അരച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ ഇരിക്കും. അടുത്ത ടിപ്പാണ് പ്രധാനമായിട്ടുള്ള ടിപ്പ്, ബെൽറ്റ്. ആദ്യമൊക്കെ ഞാൻ ബെൽറ്റ് കളയാറാണ് കേട്ടോ പതിവ്. ഇപ്പോൾ കളയാറില്ല കേട്ടോ. അത് ഇതുപോലെ നമ്മൾ കലങ്ങളൊക്കെ വിൽക്കുന്ന ഇതുണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുക്കുമ്പോൾ അതിന് 10-60 റുപ്യ വരും ഒരെണ്ണത്തിന്. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ഉറപ്പാണ് കേട്ടോ അതിന്. ഇങ്ങനെ നല്ലോണം ചുറ്റിക്കുക. വേണ്ടോ? ഇതുപോലെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേര് മറന്നു കേട്ടോ ഞാൻ. ഇതിങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക നമുക്ക്. നമുക്ക് നല്ലോണം ഒറ്റിച്ച് കൊടുക്കുക. ചെറുതായിട്ട് കൈമ ഒട്ടാതെ. ഇതൊക്കെ നമ്മളെ കൈമ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഫെവിക്വിക്ക് അത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇപ്പോൾ അത് അതേപോലെ തന്നെയില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഇത് നല്ലൊരു പൈസ വരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ബെൽറ്റൊന്നും കളയരുത് ആരും. നമ്മളെ ചട്ടികൾ, കുക്കറുകൾ ഒക്കെ ഇറക്കി വയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അത്. കേട്ടോ? എന്താ ഉറപ്പായിട്ടിരിക്കുന്നറിയോ? ഇതാകുമ്പോൾ ടൈലിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല. കേട്ടോ? നല്ല ഭംഗിയില്ലേ? പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.